അപ്പൊ മച്ചാമാരെ നമ്മള് മാലത്തെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് പിന്നെ ഗേൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിവിടെ രണ്ടല്ല ഒരു 4-5 ആൾക്കാർ ബോട്ടിന് ഒന്തി പോയിട്ടുണ്ട് കേട്ടോ. നമ്മള് ദൂരത്തുനിന്ന് കേട്ടോ സെന്റ് മേരീസ് ഐലൻഡ് എന്നത് ആ ഒരു ഐലൻഡ് ഉണ്ടോ, അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇതാടാ അതൊരു മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ കേട്ടോ. അടിപൊളി സംഭവം, കളറായി. ഷോപ്പുകള് ഉടുപ്പിത്തെ ലോകട്ടോ, നമുക്ക് വരുമ്പോ വാങ്ങാം. പുലിക്കല്ലടാ. പിന്നെ ഗേൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ്. അപ്പൊ മച്ചാമാരെ നമ്മള് മാലത്തെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ബാക്കിൽ കാണുന്നതാണ് ബീച്ച് സൈഡ് ബീച്ച്. ഇവിടെ നമ്മളെ ഗാന്ധിജിന്റെ ഒരു കിടലൻ അതിമനോഹരമായിട്ടുള്ളൊരു പ്രതിമാണ്. ഇവിടെ ഉടുപ്പിന്റെ ഒരു ചെറിയ എന്തോ പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം നടക്കാനുള്ള സെറ്റപ്പ് കേട്ടോ. ഇവിടെ ഐലൻഡൊക്കെ എവിടെയാണ് അറിയില്ല കേട്ടോ, നമുക്ക് നോക്കാം. എന്തായാലും ബീച്ചിൽ കൂടെ കുറച്ച് അത്യാവശ്യം നടക്കാം. ഇന്ന് നമ്മൾ 2 ദിവസമാണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇന്ന് ബീച്ച് സൈഡിലുള്ള ബീച്ചിൽ എന്തൊക്കെ കാണാൻ നോക്കാം. ലഗേജ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സെന്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗായ്സ്. അപ്പൊ ബീച്ചിൽ വരികയാണെങ്കിൽ ടോയ്ലറ്റ് തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ നിങ്ങൾ ഒരു ബേജാറും ഒരു തരത്തിലുള്ള ടെൻഷൻ അടിക്കണ്ട. കണ്ടോ ഇവിടെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഉണ്ട്. ഫ്രീ അല്ല, പേ ആണ്. നല്ല വൃത്തിയുണ്ട്. ഞാനൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ ടോയ്ലറ്റ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് മാൽപേ ബീച്ചിന്റെ ആ സൈഡിൽ നിന്നും ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആളുകൾ പൊതുവെ കുറവാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. മാത്രമല്ല വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്ര, പിന്നെ കടലിലെ വെള്ളത്തിന്റെ വെള്ളം അധികമാണ്. അപ്പൊ അത് കാരണം നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി 1 മാസം കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുള്ളൂ. അപ്പൊ നമ്മൾ ഏകദേശം മൂഞ്ചിയ പോലെയാണ്. പക്ഷെ മൂഞ്ചാൻ നമ്മൾ അനുവദിക്കില്ല. ഇവിടുന്ന് നേരെ ഒരു പ്രധാനപ്പെട്ട ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഇവിടുന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് ഇന്ന് പോകും. നാളെയും കൂടി നമുക്ക് സമയമുണ്ടല്ലോ, അപ്പൊ നോക്കാം. ഇവിടൊക്കെ ഈവനിങ്ങിലായിരിക്കും ചിലപ്പോ ഓപ്പൺ ആവുക. ഞങ്ങള് മാൽപേ ബീച്ചിന്റെ നമ്മുടെ ബീച്ചിനോട് ചാരി നടന്നിട്ട് ഇവിടെ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ് കപ്പലിൽ വരുന്ന സ്ഥലം കേട്ടോ. കപ്പൽ സർവീസ് അല്ലല്ലോ. നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം എന്താ സെറ്റപ്പ് എന്ന്. ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂല. ഇവിടെ വേറൊരു ഹാർബറാണെന്ന് തോന്നുന്നത്. സീ വാക്ക് വേ സെന്റ് മേരീസ് ഐസ്ലാൻഡ് ബോട്ടിംഗ് ഒക്കെ അവിടെ തന്നെ അല്ലോ. ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. ഫ്രാൻസ് ഇപ്പൊ നമ്മള് നല്ല നട്ടാപ്പൊരി വെയിലത്ത് മാൽപേ ബീച്ചിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കട്ടോ. അതിവിടെ 2 ആൾക്കാർ, 4-5 ആൾക്കാർ ബോട്ടിന് ഒന്തി പോയിട്ടുണ്ട് കേട്ടോ. നമ്മള് ദൂരത്തുനിന്ന് കണ്ടപ്പോ ശരിക്കും ഉള്ള സംഗതി വിചാരിച്ചു, പക്ഷെ ശരിക്കും ഉള്ളതല്ല. ഇതൊരു ക്രിയേറ്റീവ് ആർട്ടാണ്. ഓഹോ, ഇവരെ കൂടെ നിന്ന് തള്ളാം. നല്ല ഞാൻ തള്ളണം, തള്ളിക്കോ. അല്ല മിസ്സർ. അങ്ങനെ ഈ ചേട്ടന്മാരുടെ കൂടെ ഞാനും ധനീഷും ബോട്ട് കടലിന് തള്ളിയിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അടിപൊളിയൊക്കെ ഉണ്ട്. ഇതിവിടെ വേറൊരു ചേട്ടൻ്റെ അപ്പുറത്ത്. നമ്മൾ അടിപൊളിയാണ്. പിന്നെ ഇപ്പുറത്ത് നമ്മളെ ബോട്ടിന് തടസ്സം നിൽക്കുന്ന വേറൊരു എന്താ കാണുന്നത്? ഡയറക്ഷൻ, പിന്നെ ബോട്ടിങ്ങിന് ഡയറക്ഷൻ ചെയ്യാം. സംഭവം അടിപൊളിയുണ്ട് കേട്ടോ. നല്ല രസമല്ലാണ്. നമ്മളിപ്പോ നടന്ന് വന്നിട്ടുള്ളത് ആ ഒരു ബീച്ച് കണ്ടോ. അവിടെ ബീച്ചിന്റെ അവിടെ കണ്ടോ ഇപ്പോട്ടെ, അതാണ് മാൽപേ ബീച്ച്. മാൽപേ ബീച്ചിന്റെ ആ എൻട്രി കേട്ടോ. അവിടെ നിന്ന് കണ്ടപ്പോ നമ്മൾ വിചാരിക്കും ഈ സ്ഥലം വളരെ അടുത്താണ്. പക്ഷെ ഒരുപാട് ദൂരമുണ്ട്. ഏതായാലും ഞങ്ങളിവിടെ നടന്നെത്തിയിട്ടുണ്ട് കേട്ടോ. സെന്റ് മേരീസ് ഐലൻഡ് എന്നത് ആ ഒരു ഐലൻഡ് ഉണ്ടോ, അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. അതാണ് സെന്റ് മേരീസ് ഐലൻഡ്. അപ്പൊ അവിടേക്കുള്ള ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ ഒരു അവിടെ എൻട്രൻസിലൊരു ബോർഡുണ്ട്. ഈ സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റിന്റെ റേറ്റ് എത്രയെന്നോ പിന്നെ ബാക്കി സംഗതികളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. കാരണം ഇവിടെ 1 മാസമായിട്ട്
പെൻഡിങ് ആണ്. പെൻഡിങ് മീൻസ് ക്ലോസ് ചെയ്ത് വെച്ചാണ്. അവിടെ നെറ്റൊക്കെ ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെന്നാൽ ഇവിടെ കടലിൽ വെള്ളം കൂടുതലാണ് കേട്ടോ, ജലാംശം കൂടുതലാണ് മഴ പെയ്തിട്ട്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ക്ലോസ് ആയി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ട്രിപ്പിന്റെ പ്ലാനിൽ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ ഒന്നിലധികം സ്ഥലങ്ങളുണ്ട് പോകാൻ. നോക്കട്ടെ, ധനേഷിനോട് ചോദിച്ചിട്ട് നമുക്ക് എന്ത് പ്ലാനാണ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. ഇവിടെ പാർക്കിൽ പിന്നെ അവിടെ ഒരു പ്രതിമ ഉണ്ട്, ഒരു പൂച്ചൻ്റെ ആണോ, ഒരു പൂച്ച പ്രതിമ, ഒരു ആമയുടേത്, പിന്നെ ഒരു ഇതെന്താണത്, ഒരു വാച്ച് ടവർ കേട്ടോ, അത് അടിപൊളിയായിട്ട്. ഇപ്പുറത്ത് വലിയൊരു കിട്ടുന്ന സാധനമുണ്ട്, ഒരു മീനിൻ്റെ പ്രതിമ